CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം രാജഗോപാലൻ കൂടെയുണ്ട്. നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അവിടെ നിന്ന് പാർട്ടി പുതിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കും. തീർച്ചയായും വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. പുതിയ രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതികളിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ളൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വളരെ നല്ല രീതിയിൽ എല്ലാവരെയും സഹകരിപ്പിച്ച് ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം തന്നെ നേരിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. പൊതുപ്രവർത്തന രംഗത്ത് ബാലസംഘത്തിലൂടെ കടന്നു വന്ന് SFIയിലൂടെ വന്ന് യുവജന പ്രസ്ഥാനം KSYF DYFയിലൂടെ കടന്ന് എങ്ങനെയാണ് ഇപ്പോൾ കാസർഗോഡിൻ്റെ അമരക്കാരൻ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്? തീർച്ചയായും ഞാൻ ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ കയ്യൂർ സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നത്. അതുപോലെ SFIയുടെ കയ്യൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ പൊതുരംഗത്തേക്ക് വന്നത്. അനശ്വര രക്തസാക്ഷികളുടെ ചുവന്ന മണ്ണാണ് കയ്യൂർ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിലേറെ അഭിമാനമുണ്ട്. SFIയുടെ ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നു. അവിഭക്ത കണ്ണൂർ ജില്ലയായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് പ്രവർത്തിച്ചിരുന്നു. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ജോയിൻറ്റ് സെക്രട്ടറി 2 ടേം. കാസർഗോഡ് ജില്ല 84 രൂപീകരിച്ചപ്പോൾ ഞാൻ പ്രഥമ SFIയുടെ ജില്ലാ സെക്രട്ടറിയായി. SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, കേന്ദ്ര കമ്മിറ്റി അംഗം. പിന്നീട് KSYFൻ്റെ ഹോസ്ദുർഗ് ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ. പിന്നീട് 80 DYF രൂപീകരിക്കപ്പെട്ടു. DYFയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയായി പ്രവർത്തിച്ചു. സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ആ ഘട്ടത്തിലാണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോഴാണ് യുവജന സംഘടനാരംഗം വിട്ടത്. പിന്നീട് പാർട്ടി DYF ജില്ലാ സെക്രട്ടറി ആയിരിക്കെ തന്നെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയുണ്ടായി. പിന്നീട് ഒരു 4 5 ടേമായിട്ട് ഇപ്പോൾ തുടർച്ചയായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിക്കുകയാണ്. അതുപോലെ പൊതുജനാധിപത്യ വേദികളുമായി ബന്ധപ്പെട്ടും ഉള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. കയ്യൂർ ഹൈസ്കൂളിൻ്റെ ലീഡറായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പിന്നെ 2000-2005 കയ്യൂർ ശിമേനി പഞ്ചായത്ത് പ്രസിഡൻ്റായി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് 2 തവണ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കൗൺസിലറായിരുന്നു. 2 തവണ സെനറ്റ് മെമ്പറായിരുന്നു. 1 തവണ അക്കാഡമിക് കൗൺസിൽ മെമ്പറായിരുന്നു. 86 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനൊരു പൊതു ജനാധിപത്യ വേദികളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് ആഗ്രോ സർവീസ് കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സമ്മേളനം നിരവധി പ്രമേയങ്ങൾ പാസ്സാക്കിയിരുന്നു. കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്തെ വികസനം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വികസനം, ഈ മലയോര മേഖലയിലെ മൃഗശല്യം തടയുക, അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലവിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നുണ്ട് പാർട്ടി. തുടർ നടപടികളിലേക്ക് എങ്ങനെയായിരിക്കും? തീർച്ചയായും ഉചിതമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നടപടികൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ പ്രമേയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമേയം അവതരിപ്പിച്ചു. ഈ കഴിഞ്ഞ 8 വർഷക്കാലമായി പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വികസന രംഗത്ത് ഏറെ ശ്രദ്ധ പതിപ്പിച്ച ഒരു ജില്ലയാണ് കാസർഗോഡ് ഗവൺമെൻറ് ഒരു കാഴ്ചപ്പാടിൽ. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയും ടൂറിസം മേഖലയിലുമാണ് ഇനി കൂടുതൽ വികസന സാധ്യതയുള്ളത്. അതിൽ വിശേഷിച്ചും മലബാറിൽ, അതിൽ ഉത്തര മലബാറിൽ കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ സാധ്യതകളും പരിമിതികളെല്ലാം മനസ്സിലാക്കി വികസന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവെപ്പുകളുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആരോഗ്യമേഖലയിൽ ചില വിഷയങ്ങളുണ്ട്. പക്ഷേ എന്നാലും പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രവർത്തന നിരതമാക്കാൻ ആവശ്യമായിട്ട് നിരവധി ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യാവസായിക മേഖലയിലും ചില സംരംഭങ്ങളുണ്ട്. ടൂറിസം മേഖലയിലും നല്ല തുടക്കം കുറിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഒഴിവുകളുമായി ബന്ധപ്പെട്ട് ചില സർക്കാർ ജീവനക്കാരുടെ ഓഫീസുകളിലെ ഒഴിവുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു പ്രതിസന്ധിയായിട്ട് വരുന്നുണ്ട്. അതും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ മുമ്പ് തന്നെ പെടുത്തിയിരുന്നതാണ്. അപ്പോൾ ആ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഉണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തന്നെയാണ് സൂചിപ്പിക്കാറുള്ളത്. ജില്ലാ സമ്മേളനം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ട്. ഒന്ന്, വടക്കൻ മേഖലയിൽ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാലം കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. എന്തൊക്കെയാണ് ഭാവി? അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു അർത്ഥത്തിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും പാർട്ടിയെ ഏറ്റവും ശക്തിപ്പെടുത്തേണ്ടതും കരുത്തുറ്റതാക്കേണ്ടതുമായിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ വലിയ വോട്ടിന് UDF ജയിച്ച കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായും ചില നേരിയ പ്രതീക്ഷകൾ സ്വാഭാവികമായും UDFനും BJPക്കൊക്കെ തന്നെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികം. പക്ഷേ ഇന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം
പാർട്ടിയേറെ സംഘടനാ പ്രവർത്തന രംഗത്ത് ശക്തിപ്പെട്ടിട്ടുണ്ട്. വർഗബഹുജന സംഘടനകളുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഭരണരംഗത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിൽ അത് വളരെ ക്രിയാത്മകമായിട്ടുള്ള സാമൂഹ്യ ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ വെച്ച് പിന്നെ വികസന പ്രവർത്തനങ്ങളിലും ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം കുറേ കൂടി പ്രത്യേകിച്ച് കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിസ്മയകരമായ വികസന കാഴ്ചയായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിന് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനോഭാവത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കുറേയും കൂടി ഗുണപരമായ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ രീതിയിൽ തന്നെയാണ് പാർട്ടി നന്നായി കണ്ട് മുന്നോട്ട് പോകുകയാണ്. സംഘടന, രാഷ്ട്രീയ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഭാവി പരിപാടികളെക്കുറിച്ച് സംസാരിച്ചു. അതിനിടയിൽ തീർത്തും വ്യക്തിപരമായ ഒരു ചോദ്യം, രാജഗോപാലേട്ടനെ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു തൊപ്പിയാണ്. അതിൻ്റെ ഒരു കഥ എങ്ങനെയാണ് ഈ തൊപ്പി ധരിക്കാൻ തുടങ്ങി? തൊപ്പിക്ക് വിശേഷിച്ച് കഥയൊന്നുമില്ല. ഞാൻ യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോഴേ ഞാൻ ആ തൊപ്പി ധരിക്കാൻ തുടങ്ങി. പിന്നെ അതൊരു ഐഡൻറ്റിറ്റിയായി മാറി. പിന്നെ അന്ന് ഞാൻ കുഞ്ഞപ്പ പട്ടാനൂരിൻ്റെ ഒരു ആൽബം ചെയ്തിരുന്നു. ശ്രീജിത്ത് പരേരിയാണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചത്. ചെഗുവേരൻ്റെ പാർട്ട് എടുത്തുകൊണ്ടാണ്. അപ്പോൾ അതോടുകൂടിയാണ് പിന്നെ പത്രവാർത്തയായിട്ട് മാറിയത്. പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. പിന്നീട് അങ്ങനെ ശീലമായി മാറി. പിന്നെ എല്ലാവരും കൂടെ ആ തൊപ്പി അങ്ങോട്ട് അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പിന് വലിയ വിഷയമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ ഈ തൊപ്പിയും കറുത്ത കണ്ണടയും വെച്ച ഫോട്ടോ ബാലറ്റ് പേപ്പറിൽ വെക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഞാൻ 10-25 വർഷക്കാലമായിട്ട് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതി. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊപ്പി സ്ഥിരമായത്. അതായത് സാധാരണ രീതിയിൽ തൊപ്പിയൊന്നും വെച്ചിട്ട് നിയമസഭയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം ആ ഒരു അംഗീകാരവും കിട്ടിയവൻ അങ്ങനെ ജനകീയവൽക്കരിക്കപ്പെട്ടു. എന്തായാലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. താങ്ക് യു സോ മച്ച്.